കൊല്ലത്തെ കുടുംബശ്രീയുടെ 6ാമത് സംസ്ഥാനതല ബഡ്സ് കലോത്സവം നടന്നു. ശ്രീനാരായണ സമുച്ചയത്തിൽ 5 വേദികളിൽ നടന്ന മത്സരങ്ങളിൽ 500ഓളം മത്സരാർത്ഥികൾ പങ്കെടുത്തു. തിരുവനന്തപുരം നടയറ ഗവൺമെന്റ് മുസ്ലിം ഹൈസ്കൂൾ ശതാബ്ദി ആഘോഷം ഞായറാഴ്ച നടക്കും. പരിപാടിയുടെ ഉദ്ഘാടനം വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി നിർവഹിക്കും. തൃശൂർ പാവറട്ടിയിൽ ജില്ലയിലെ മികച്ച പാലിയേറ്റീവ് സേവകർക്കുള്ള അവാർഡ് ദാന ചടങ്ങ് ഈ മാസം 20-ന്. ചടങ്ങ് പാവറട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് എം റജീന ഉദ്ഘാടനം ചെയ്യും. തൃശൂർ പുതുമനശ്ശേരി സെന്റ് മേരീസ് LP സ്കൂൾ ശതാബ്ദി ആഘോഷ നിറവിൽ പരിപാടി ഏപ്രിൽ 5-6 തീയതികളിൽ നടത്തും. ആഘോഷങ്ങളോടനുബന്ധിച്ച് നടക്കുന്ന വിളംബര ഘോഷയാത്ര പാവറട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് എം റജീന ഫ്ളാഗ് ഓഫ് ചെയ്തു. 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ നാടക മത്സരത്തിൽ എ ഗ്രേഡും സ്പെഷ്യൽ ജൂറി അവാർഡും കരസ്ഥമാക്കിയ വിഷ്ണു റാം നമ്പീഷിനെ തൃശൂർ പെരിങ്ങോട്ടുകര നെഹ്റു സ്റ്റേഡിയം സെന്റർ കൾച്ചർ ആൻഡ് ഫോറം അനുമോദിച്ചു. തൃശൂർ കൊടുങ്ങല്ലൂർ PBMGHSS സ്കൂളിലെ വാർഷികാഘോഷവും വിരമിക്കുന്ന അധ്യാപകർക്കുള്ള യാത്രയപ്പും ആദരവും നടന്നു. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി നഗരസഭാ ചെയർപേഴ്സൺ TK ഗീത ഉദ്ഘാടനം ചെയ്തു. തൃശൂർ കൊടുങ്ങല്ലൂർ സെന്റ് തോമസ് തീർത്ഥാടന ദേവാലയത്തിൽ തിരുനാളിന് കൊടിയേറി. ജനുവരി 10, 11, 12 തീയതികളിലായി നടക്കുന്ന തിരുനാളിന് വികാരി ഫാദർ ഫ്രാൻസിസ് താടിയത്ത് കൊടിയേറ്റ് നിർവഹിച്ചു. തിരുവനന്തപുരം നെടുമങ്ങാട് നഗരസഭ സ്നേഹോത്സവവും അങ്കണവാടി കലോത്സവവും സംഘടിപ്പിച്ചു. കുട്ടികളുടെ ശാരീരിക മാനസിക ഉല്ലാസം ലക്ഷ്യമിട്ട് നടപ്പാക്കുന്ന പരിപാടിയിൽ വിവിധ വേഷപ്പകർച്ചയിൽ കുരുന്നുകൾ എത്തിയത് ഏറെ കൗതുകമുയർത്തി. മലപ്പുറം വളാഞ്ചേരി ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹൈസ്കൂൾ UP വിഭാഗം വിദ്യാർത്ഥികൾക്കായി ടാലന്റ് സ്കോളർഷിപ്പ് പരീക്ഷ നടന്നു. പരീക്ഷയിൽ വിജയിച്ച 9ാം ക്ലാസ് വിദ്യാർത്ഥിനി ശ്രീലക്ഷ്മി S ട്രോഫിയും സ്കോളർഷിപ്പ് തുകയും വിതരണം ചെയ്തു. തിരുവനന്തപുരം അരുവിക്കര ഗ്രാമപഞ്ചായത്തിൽ നിർഭയ എന്ന പേരിൽ വനിതാ ജംഗ്ഷൻ സംഘടിപ്പിച്ചു. ജില്ലാ ആസൂത്രണ സമിതി, അരുവിക്കര ഗ്രാമപഞ്ചായത്ത്, വനിതാ ശിശുവികസന വകുപ്പ്, കുടുംബശ്രീ തുടങ്ങിയ വകുപ്പുകൾ സംയുക്തമായാണ് വനിതാ ജംഗ്ഷൻ സംഘടിപ്പിച്ചത്. തിരുവനന്തപുരം ചിറയൻകീഴിൽ പോത്തിനെ കുളിപ്പിക്കാൻ ഇറങ്ങിയ യുവാവിനെ കായലിൽ കാണാതായി. സെന്തിലിനെയാണ് കാണാതായത്. ഫയർഫോഴ്സ് സ്ക്യൂബ ഡൈവിംഗ് സംഘം തിരച്ചിൽ തുടരുന്നു.